സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് റിസർച്ച് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടിപ്പ് പറഞ്ഞുതരാം. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കുറച്ച് ഷെയർസ് അല്ലെങ്കിൽ അപ്പോൾ കാണുന്ന സജഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഭയങ്കരമായിട്ട് ഡീപ്പ് റിസർച്ച് ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാനൊരു ലോങ് ടേം കരുതിയിട്ടാണ് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ പറയും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാ മാസവും ഒരു എമൗണ്ട് ഫിക്സ്ഡ് മാറ്റി വയ്ക്കാൻ ശ്രമിക്കും, പക്ഷേ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇൻവെസ്റ്റ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാനിതിനെ കണക്കാക്കുന്നത്, എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ എൻ്റെ കൈക്ക് എൻ്റെ എമൗണ്ടിന് പാകത്തിന് എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് വാങ്ങിച്ചിടും. പിന്നീട് നമുക്ക് നോക്കാം അത് വില കൂടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു 5 വർഷം കാത്തിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്കാണ് ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് സ്റ്റോക്ക് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറേ പേരുകളുണ്ടല്ലോ. നമ്മളിപ്പം പൊതുവെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് അറിയാവുന്നതാണല്ലോ. നമ്മുടെ വി ഗാർഡ് ഉണ്ട്, വണ്ടർല ഉണ്ട്, മണപ്പുറം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഇവിടുത്തെ കേരളത്തിലെ സംഭവങ്ങളൊക്കെ. അല്ലാതെ പിന്നെ പറയുകയാണെങ്കിൽ TCS, വിപ്രോ, ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനികൾ, അല്ലെങ്കിൽ SBI, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇതൊക്കെ ഒന്ന് എടുത്തുവെച്ച്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇവരൊന്നും പെട്ടെന്നൊന്നും താന്നു പോവോ തകർന്നു പോവോ ഒന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് കമ്പനികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. പിന്നെ ബൂമിങ് ആയിട്ടുള്ള ഡിഫൻസ് പോലത്തെ ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സ്റ്റിൽ പെട്ടെന്നൊന്നും ഇത് പൊട്ടിപ്പോവില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടല്ലോ. സോ ഇതൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 5-10 സ്റ്റോക്സ് എടുക്കുക. ഈ 10 എണ്ണമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഒരു 5 എണ്ണം വെല്ലം എല്ലാ സെക്ടറിൽ നിന്നും അത്യാവശ്യം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, എല്ലാം കൂടെ ഫിനാൻസിലോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഡിഫൻസിലോ എല്ലാം കൂടെ FMCG ഇതിലൊന്നും കൊണ്ടിടാതെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് നമുക്ക് ഒരു 5 സ്റ്റോക്സ് എടുത്ത് വെച്ചിട്ട് അതിൽ എല്ലാ മാസവും കുറച്ച് എമൗണ്ട് ഇടാം. എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിൽ SIP പോലെ തന്നെ സ്റ്റോക്സിൽ SIP ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഈ ബാസ്ക്കറ്റ് ഇൻവെസ്റ്റിങ്ങോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.